ആലോചിച്ചു നോക്കൂ, രണ്ടുപേർക്ക് തിരിഞ്ഞു കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ചെറിയ ഗുഹ. അർദ്ധരാത്രിയിൽ ആ മലമുകളിൽ കൊടും തണുപ്പും ഏകാന്തതയും മാത്രം. അവിടെ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷേ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവിടം ഒരു ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ കണ്ട ആ രൂപം എത്രത്തോളം വലുതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഭയാനകവും അതിശയകരവുമായ ആ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വിവരിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ആ ഗുഹയുടെ ഇടുങ്ങിയ ഭിത്തികൾ പോലും അപ്രത്യക്ഷമായതുപോലെ തോന്നി. റമദാനിലെ ആ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത് ഒരു മനുഷ്യരൂപത്തിലായിരുന്നില്ല, മറിച്ച് ഗുഹയുടെ അന്തരീക്ഷം മുഴുവൻ നിഗൂഢമായ ഒരു പ്രകാശത്താൽ നിറഞ്ഞു. ഇഖ്റ, വായിക്കുക എന്ന് മലക്ക് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. മലക്ക് പ്രവാചകനെ ചേർത്തു പിടിച്ചു. അത് വെറുമൊരു ആലിംഗനമായിരുന്നില്ല. എൻ്റെ എല്ലുകൾ ഒടിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുഭവത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. അത്രയും തീക്ഷണമായിരുന്നു ആ ദിവ്യ വെളിപാടിൻ്റെ ഭാരം. അവിടെ നടന്ന മറ്റൊരു അത്ഭുതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി മലയിറങ്ങുമ്പോൾ ആകാശത്തേക്ക് നോക്കി അവിടെ ആകാശത്തിന്റെ ഒരു ചക്രവാളം മുഴുവൻ മറച്ചു നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് പ്രവാചകൻ കണ്ടത്. പ്രവാചകൻ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപമായിരുന്നു. പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ കല്ലും മരവും അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു.